പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. മദറാഞ്ചേൽ ഫൗണ്ടേഷനിൽ നിന്ന് ജോഷിയാണ്. നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അങ്ങനെ ആയിരിക്കാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഹൃദയത്തിൽ വലിയ സന്തോഷം തരുന്ന കാര്യങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ നിങ്ങൾക്കും അത് സന്തോഷമാകുമല്ലോ എന്നോർത്തുകൊണ്ടാണ് ഞാനിത് പങ്കുവയ്ക്കുക. നമ്മൾ നേരിട്ട് അനുഭവിക്കുന്ന ചില അത്ഭുതകരമായ, നമുക്കൊത്തിരി ആനന്ദം തരുന്ന നല്ല അനുഭവങ്ങൾ. എന്നെ സംബന്ധിച്ച് ഈ അധ്യയന വർഷത്തിൽ നമ്മുടെ മക്കൾ വേണ്ട 130ഓളം പേര് ഇവിടെ നിന്ന് രാവിലെ സ്കൂളിലേക്ക് പോകുമ്പോൾ ഈ വർഷം വളരെ സംതൃപ്തിയും സുഖവും നന്ദിയുമൊക്കെ എൻ്റെ ഹൃദയത്തിലുണ്ടായി. കാരണം മഴ നനയാതെ നമ്മുടെ മക്കൾ ഇത്തവണ സ്കൂളിലേക്ക് പൂക്കുടകളൊക്കെ ചൂടിപ്പോയത് മറ്റാരും കാരണമല്ല, ജെഫിൻ കാരണമാണ്. ജെഫിനെക്കുറിച്ച് എനിക്ക് പറയാതിരിക്കാൻ വയ്യ. തികച്ചും യാദൃശ്യമായിട്ട് ഞാനൊരു വീഡിയോ കണ്ടു. പടമുഖത്തുള്ള സ്നേഹമന്ദിരത്തിലെ രാജു ചേട്ടൻ്റെ ഹോമിൽ ജെഫിൻ മക്കൾക്ക് വിഭവസമൃദ്ധമായ സദ്യ വിളമ്പുന്ന ഒരു വീഡിയോ. ആരാണ് ജെഫിൻ? പ്രിയമുള്ളവരെ, നമ്മളൊക്കെ ദൈവത്തിന് എന്തുമാത്രം നന്ദി പറഞ്ഞാലാണ് പൂർണ്ണരായി നമ്മയൊക്കെ കാത്ത് പരിപാലിക്കുന്ന തമ്പുരാൻ്റെ സ്നേഹം. ജെഫിനെ സംബന്ധിച്ച് അപൂർണതകളുള്ളൊരു മനുഷ്യനാണ്. അംഗപരിമിതനാണ്. അരയ്ക്ക് കീഴ്പോട്ട് സ്വാധീനമുള്ള വ്യക്തിയല്ല. എങ്കിൽ പോലും ജെഫിൻ തൻ്റെ വീൽ ചെയറിൽ നിരാലംബരായിട്ടുള്ള മക്കൾക്ക് വേണ്ടി ഭക്ഷണം വിളമ്പുന്നത് കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. ജെഫിൻ ആരാണെന്ന് ഞാൻ അന്വേഷിച്ചു. ജെഫിൻ്റെ വീട് അങ്കമാലിയിലാണെന്ന് മനസ്സിലായി. ഒരു ദിവസം ഞാനും എബിയും കൂടി ജെഫിൻ്റെ വീട്ടിൽ ചെന്ന് ജെഫിനെ പരിചയപ്പെട്ടു. തികച്ചും നമ്മളെ അതിശയിപ്പിക്കുന്ന ഒരു വ്യക്തിത്വം. എപ്പോഴും പോസിറ്റീവ് എനർജി ഹൃദയത്തിൽ നിന്നും പുഞ്ചിരിക്കുന്ന മുഖത്തു നിന്നും നമുക്ക് വേണ്ടി പങ്കുവെച്ച് തരുന്ന ജെഫിൻ. ഞങ്ങൾ പരിചയപ്പെട്ടു. ഇങ്ങനെ മദറാഞ്ചേൽ ഫൗണ്ടേഷൻ ഉണ്ടെന്നും ദിവ്യരക്ഷാലയം ഉണ്ടെന്നും ഇവിടെ 500 മക്കളുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ജെഫിൻ സ്നേഹപൂർവ്വം ഞങ്ങൾക്ക് വേണ്ടി ഒരു ഓഫർ തന്നു. ജെഫിൻ്റെ അനുദിന ജോലി എന്ന് പറയുന്നത് കുട നിർമ്മാണമാണ്. അംഗപരിമിതനായ ഈ ജെഫിൻ എന്ന കൊച്ചു കൂട്ടുകാരൻ വീട്ടിലിരുന്ന് ഉണ്ടാക്കുന്ന പൂക്കുടകൾ ഈ വർഷവും കഴിഞ്ഞ അധ്യയന വർഷത്തിൻ്റെ അവസാനവുമൊക്കെയായിട്ട് ജെഫിൻ സ്വന്തം കൈകൊണ്ട് നിർമ്മിച്ച കുടകൾ നമുക്കിവിടെ കൊണ്ടുവന്ന് തരികയും അതോടൊപ്പം തന്നെ ജെഫിൻ്റെ പരിചയത്തിലുള്ള മറ്റു വ്യക്തികളെ കൊണ്ട് ജെഫിൻ നിർമ്മിക്കുന്ന കുടകൾ പർച്ചേസ് ചെയ്യിച്ച് സൗജന്യമായി മദറാഞ്ചേൽ ഫൗണ്ടേഷനിൽ കൊണ്ടുവന്ന് തന്നതുകൊണ്ടാണ് ഈ വർഷം നമ്മുടെ കുഞ്ഞുങ്ങൾ കുസൃതി നിറഞ്ഞ ചിരികളോടെ പൂക്കുടകൾ ചൂടി സ്കൂളിലേക്ക് പോകുന്നത് കണ്ടപ്പോൾ അറിയാത്തൊരാനന്ദം ഹൃദയത്തിലുണ്ടായത്. പ്രിയമുള്ളവരെ, നമുക്കൊക്കെ മാതൃകയാക്കാവുന്ന ഒരു മഹത് വ്യക്തിത്വമാണ് ജെഫിൻ. ഞങ്ങൾ പരിചയപ്പെട്ടതിന് ശേഷം 3 പ്രാവശ്യം നമ്മുടെ ഹോമിൽ വന്നു. ജെഫിൻ്റെ സാന്നിധ്യം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അത്രയധികമായ ഒരു കാഴ്ചപ്പാടും പ്രോത്സാഹനവും അവരുടെ ജീവിതത്തിലുണ്ടായി. പരിമിതികളുണ്ടായിട്ടും നന്മ ചെയ്ത് ജീവിക്കുന്ന ആ വ്യക്തിയെ കണ്ടപ്പോൾ, മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം ദാനം ചെയ്യുന്ന ആ മകനെ കണ്ടപ്പോൾ നമ്മുടെ ഇവിടെയുള്ള കുഞ്ഞുങ്ങൾക്കും അത് വലിയ പ്രോത്സാഹനമായി. അതോടൊപ്പം തന്നെ ജെഫിൻ്റെ കുഞ്ഞനുജൻ സോളമൻ്റെ ബർത്ത്ഡേ ഞങ്ങൾ ഇവിടെ വെച്ച് ആഘോഷിച്ചു. വിഭവസമൃദ്ധമായ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി അത് കുഞ്ഞുങ്ങൾക്ക് വിളമ്പിക്കൊടുത്തും കൂടെ ഇരുന്നും കൂടെ നടന്നും കൂടെ പാട്ടുപാടിയും അവരോടുകൂടി ആസ്വദിച്ചും അവരുടെ കുഞ്ഞു കലാപരിപാടികളൊക്കെ കണ്ട് അതിനൊക്കെ നിറഞ്ഞ സ്നേഹത്തോടെ പ്രോത്സാഹിപ്പിച്ചും നന്ദി പറഞ്ഞും ഞങ്ങളുടെ കൂടെ ജെഫിൻ ചെലവഴിച്ച ഓരോ നിമിഷങ്ങളും ഞങ്ങൾക്ക് ധന്യമായിട്ട് തോന്നുകയാണ്. ജെഫിൻ്റെ മാതാപിതാക്കളെ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. പരിമിതികളുണ്ടെങ്കിലും ആ മകനെ കാഴ്ചപ്പാടുള്ളൊരു നല്ല വ്യക്തിയായി നമുക്ക് സമൂഹത്തിന് സമ്മാനിച്ച ആ അപ്പനും അമ്മയ്ക്കും മദറാഞ്ചേൽ ഫൗണ്ടേഷൻ്റെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയംഗമമായ ഭാഷയിൽ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ വർഷം നമ്മുടെ കുഞ്ഞുങ്ങളെ ആദരിക്കുകയും ബഹുമാനിക്കുകയും മഴ നനയാതെ കുട ചൂടിച്ച് മക്കളെ സ്കൂളിൽ വിട്ട ജെഫിൻ്റെ വലിയ ഹൃദയത്തിന് ഒത്തിരി നന്ദിയോടെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.